ഇന്നത്തെ യാത്ര നമ്മുടെ അൽഖൈൽ റോഡിലൂടെയാണ്. ദുബായ് മുതൽ റാസൽഖോർ വഴി അൽ ലബാബ് വഴി ഹത്ത വരെ എത്തുന്ന 118 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റോഡാണ് പല ഇന്ത്യക്കാരുടെയും പല ലോ ബഡ്ജറ്റ് ബിസിനസ്സുകാരുടെയും ഇന്നത്തെ യാത്രകളിലെ പ്രധാന റൂട്ട് എന്ന് പറയുന്നത്. റാഷിദിയ മുതലാണ് ഇതിൻ്റെ തുടക്കം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ തുടക്കം മുതൽ അവസാനം ഹത്ത ബോർഡർ കഴിഞ്ഞ് ഒമാൻ കടക്കുന്നത് വരെയും അൽഖൈൽ റോഡിന് പല പേരുകളാണ് അറിയപ്പെടുന്നത്. ദുബായിൽ പകുതി അല്ലബീർ വരെ അൽഖൈൽ റോഡെന്നും, അത് കഴിഞ്ഞിട്ട് അല്ലബീർ റോഡെന്നും, അത് കഴിഞ്ഞ ശേഷം ലബാബ് റോഡെന്നും, പിന്നെ ഹത്ത ബോർഡർ റോഡെന്നും പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഈ ഫെബ്രുവരി 2024 ഫെബ്രുവരിയിൽ 740 മില്യൺ ദിർഹംസിൻ്റെ പുതിയ പ്രോജക്റ്റുമായിട്ട് ദുബായ് വന്നിരിക്കുകയാണ്. നമ്മുടെ അൽഖൈൽ റോഡിനെ ഒന്ന് നവീകരിക്കാൻ വേണ്ടിയിട്ട് പുതിയ പാലങ്ങൾ, പുതിയ ഫ്ലൈ ഓവേഴ്സ് ഇതൊക്കെ വരുന്നുണ്ട്. അണ്ടർഗ്രൗണ്ട് റോഡ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ ഏകദേശമൊക്കെ നടക്കാനുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ടോൾ പ്ലാസയും വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അതെന്തായാലും വരും. കാരണം ഷെയ്ഖ് സായിദ് റോഡ് തൊട്ടപ്പുറത്തോടെ പോകുമ്പോൾ അത് 558 കിലോമീറ്ററാണ് അതിൻ്റെ ഫുൾ ടോട്ടൽ ഡിസ്റ്റൻസ്. അതിൽ തന്നെ ഏകദേശം 4 ടോളുകൾ ഇപ്പോഴും തന്നെയുണ്ട്. അപ്പോൾ ഈ റോഡിൽ ഒരു ടോള് പോലും വെച്ചിട്ടില്ല. ഇപ്പോൾ ഏകദേശം വണ്ടികളെല്ലാം ഇതിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ബുർജ് ഖലീഫയുടെ സൈഡിലൂടെയും പിന്നെ ശോഭ സിറ്റിയുടെ ഒരുപാട് പ്രോപ്പർട്ടീസും കൂടി ഉണ്ട്. ശോഭ സഫയർ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രോപ്പർട്ടിയൊക്കെ ഈ അടുത്താണ് കാണുന്നത്. അതായത് ബുർജ് ഖലീഫ് കഴിഞ്ഞ് കുറച്ചടുത്ത് അങ്ങനെ മനോഹരമായ നല്ല നല്ല സ്ഥലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഇവിടെ ടോൾ പ്ലാസ വരും. ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു വലിയൊരു മാള് പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പേരെന്തൊന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല. ഞാൻ എല്ലാ ദിവസവും യാത്ര ചെയ്യുമ്പോൾ എടുക്കുന്ന വീഡിയോസിൽ അത് ഞാനിങ്ങനെ എപ്പോഴും നോക്കാറുണ്ടെങ്കിൽ തന്നെയും ഇതുവരെയായിട്ടും പേര് പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ അൽഖൈൽ റോഡിൻ്റെ കഥ ഇതിലേക്ക് തന്നെയാണ്. പലപ്പോഴും ട്രാഫിക് ജാമൊക്കെ ഉണ്ടാകുമെങ്കിലും ഒക്കെ നമുക്ക് ഓൾട്ടർനേറ്റീവ് റൂട്ട്സൊക്കെ എടുത്തു പോകാൻ പറ്റിയ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ അൽഖൈൽ റോഡിലൂടെ യാത്ര തുടരുന്നു. ഇപ്പോഴങ്ങനെ എത്തി നിൽക്കുന്നത് അൽഖൈൽ റോഡിൽ നിന്നും നമ്മൾ ഡൈവേഷൻ എടുത്തതിന് ശേഷം നമ്മൾ എത്തിയിരിക്കുന്നത് അൽവാസൽ റോഡ് വഴി നമ്മുടെ ജുമേറ റോഡിലേക്ക് ഇറങ്ങാനുള്ളൊരു യാത്രയിലാണ്. അതുകൊണ്ട് നമ്മുടെ ഡെസ്റ്റിനേഷൻ അവിടെ കാണുന്നുണ്ട്. ജുമേറ ബീച്ച് ഹോട്ടലും അതേപോലെ നമ്മുടെ ബുർജ് അൽ അറബൊക്കെ അങ്ങനെ തെളിവായിട്ട് കാണുന്നുണ്ട്. അപ്പം അങ്ങോട്ടുള്ള യാത്രയുടെ നടുവിലുള്ള അൽക്കൂസിൻ്റെ ഏകദേശം ഏരിയയ്ക്ക് തന്നെയാണ് നമ്മുടെ സെൻട്രൽ കിച്ചൺ വരുന്നത്. ഈ ഭാഗത്തൊക്കെ തന്നെയാണ്. അപ്പോൾ അൽക്കൂസാണ് റൈറ്റ് സൈഡിൽ കാണുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. അവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ. അപ്പോൾ നമ്മൾ ഉംസക്യൂം എന്ന സ്ഥലത്തേക്കാണ് ചെന്നുകൊണ്ടിരിക്കുന്നത്. ഉംസക്യൂമിലാണല്ലോ നമ്മുടെ ജോലി എന്ന സ്ഥലം. ഇവിടെ ഈ ഭാഗത്ത് കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് സിഗ്നലിൽ നിന്നില്ലാതെ പെട്ടെന്ന് അങ്ങ് എത്തിച്ചേരാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ റൂട്ട് തിരഞ്ഞെടുത്ത് അങ്ങനെ മിക്കവാറും എല്ലാ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നത്. മഴയൊക്കെ കഴിഞ്ഞതും ഇപ്പോൾ വെയിലായി, നല്ല ചൂടുണ്ട്. അപ്പോൾ ആ ഫീലിലങ്ങനെ വണ്ടി ഓടിച്ച് പോവാണ്. അപ്പോൾ ഏകദേശം നമ്മൾ അവിടെ ചെന്നിട്ട് പാർക്ക് ചെയ്യുന്നവരായിട്ടുള്ള വീഡിയോ ഏകദേശം നമ്മൾ
കവർ ചെയ്തിട്ടുണ്ട്. നോക്കാം.